യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൗന്ദര്യലഹരിയുടെ 15ാമത്തെ ശ്ലോകമാണ് ഇന്ന് ഞാൻ ചൊല്ലാൻ പോകുന്നത്. ഗുരുഭ്യോ നമ. ഓം ശങ്കരാചാര്യായ നമ. ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പരാം. സൗന്ദര്യലഹരീകർത്രേ സർവമംഗളദായികേ ശങ്കരാചാര്യവര്യായ യതിരാജായ ദേ നമാം. പതിനഞ്ചാമത്തെ ശ്ലോകം. ശരജ്യോത്സ്നാശുദ്ധ ശശിയുധ ജടാജൂഢമകുടാം വരത്രാസാത്രാസൻ സ്ഫടിക ഘടിക പുസ്തകതയാം സകന്യത്വാ നത്വാ കഥമിവ സദാം സന്നിധദേ മധുക്ഷീരദ്രക്ഷ മധുരിണാ പണിതയാം. അമ്മയെ സരസ്വതി ദേവിയായാണ് ഇന്നിവിടെ വർണ്ണിക്കുന്നത്. അമ്മയുടെ മുഖം ശരൽക്കാലത്തിലെ പൂർണ്ണചന്ദ്രനെ പോലെയാണ്. അമ്മ തൻ്റെ ജട കിരീടം പോലെയും ചന്ദ്രക്കലയും ചൂടിയിട്ടുണ്ട്. അമ്മ എപ്പോഴും വിദ്യ പ്രദാനം ചെയ്യാൻ താല്പര്യമായിരിക്കുന്നു. അമ്മയുടെ 2 കൈകളിൽ അഭയമുദ്രയും വരദമുദ്രയും കാണിക്കുന്നു. സ്ഫടിക മണിമാല അക്ഷമാല ഒരു കൈയിലും മറ്റേ കയ്യിൽ ഗ്രന്ഥവുമുണ്ട്. സരസ്വതി ദേവിയാണ്. സരസ്വതി ദേവിയെ ആരാധിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആദ്യമേ അക്ഷരം തൊട്ട് തുടങ്ങുന്ന സരസ്വതി ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് നാം വിദ്യ അഭ്യസിക്കുന്നത്. സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വിദ്യയിൽ ഏറ്റവും പ്രാഗൽഭ്യനായി തീരും. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ജീവിതം വരെ മുന്നോട്ട് പോകുന്നത്. നല്ല വിദ്യ സമ്പാദിച്ച് നല്ല ഉയർന്ന തലങ്ങളിൽ പോകുന്നത് അമ്മയുടെ കാരുണ്യം കൊണ്ടാണ്. സരസ്വതി ദേവിയെ എല്ലാവരും ആരാധിക്കണം. നമ്മുടെ ഉള്ളിൽ അമ്മ കലാപരമായും സംഗീതജ്ഞരും ഒക്കെ ആകുന്നത് അമ്മയുടെ ഏറ്റവും നല്ല പ്രസാദമുള്ളവർക്കാണ് കലാകാരന്മാരായി തീരുന്നത്. സംഗീതത്തിലൊക്കെ പ്രാവീണ്യം ലഭിച്ചവർ അമ്മയുടെ ഏറ്റവും അടുത്ത ഭക്തരാണ്. അമ്മയുടെ ഭക്തർക്ക് എല്ലാ അനുഗ്രഹങ്ങളും അമ്മ നൽകുന്നു. സരസ്വതീ ദേവിയെ ആരാധിക്കുന്നവർ ഏറ്റവും പ്രഗത്ഭരായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവർക്ക് ഏത് വിദ്യയിൽ നല്ല പ്രാവീണ്യം ഉണ്ടാകുന്നുണ്ട്. സരസ്വതി ദേവി ഓം സരസ്വത്യൈ സഹ. അമ്മയുടെ മന്ത്രം ഇതാണ്. ഇത് ചെല്ലുന്നാൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. നമസ്തേ.